നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എന്നുള്ളത് തെന്മല ഇക്കോ ടൂറിസം ക്യാമ്പിലാണ്. ട്രെൻഡ്സ് ചലച്ചിത്രമേള ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ആണ് കേട്ടോ. ഈ മാസം 26 മുതൽ തെന്മല ഇക്കോ ടൂറിസം ക്യാമ്പിൽ നടക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടെ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു സംഗമമാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും എത്തിയിരിക്കുന്നത്. അപ്പം അതിൻ്റെ ചില കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് തരുന്നത്. രാവിലെ വന്നപ്പോൾ തന്നെ നമുക്ക് വളരെ നല്ലൊരു റീഫ്രഷ്മെൻ്റ് ആയി കിട്ടി. അതിനുശേഷം എല്ലാവരും ഒരുമിച്ച് കൂടിയത് ബട്ടർഫ്ലൈ സഫാരി നടക്കുന്ന ആ സ്ഥലത്താണ്. ആ മീഡിയ പേഴ്സൺസും അതോടൊപ്പം തന്നെ ചലച്ചിത്രമേളയുടെ സംഘാടകരൊക്കെ നമ്മളോട് സംസാരിച്ചു. അതിനുശേഷം ബട്ടർഫ്ലൈ സഫാരിയിൽ ചെറുതായിട്ടൊന്ന് പങ്കെടുത്തു. ഒരുപാട് ശലഭങ്ങളെ, മനോഹരമായ ചിത്രശലഭങ്ങളെ നമുക്കവിടെ കാണാനായിട്ട് സാധിച്ചു. കൂട്ടുകാരെ, അതിനുശേഷം ഞങ്ങൾ വന്നത് തെന്മല ഇക്കോ റിസോർട്ടിലേക്കാണ്. മനോഹരമായ ഒരു റിസോർട്ടാണ്. നമ്മൾ മുൻവശം കണ്ടു കഴിഞ്ഞാൽ ചെറിയൊരു റെസ്റ്റോറൻറ്റിൻ്റെ മാത്രം ഒരു ഫ്രണ്ട് വശം. പക്ഷേ ഉള്ളിലേക്ക് ഇറങ്ങിയാൽ തെന്മലയുടെ സൗന്ദര്യം മുഴുവൻ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഇക്കോ ടൂറിസം പദ്ധതിക്കൊപ്പം വളരുന്ന അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു റിസോർട്ടാണ് നമുക്ക് ഇക്കോ റിസോർട്ടിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഞങ്ങളെല്ലാവരും ഇവിടെ വിസിറ്റ് ചെയ്തു. ഇവിടുത്തെ ഓരോ നിർമ്മാണങ്ങളും, ഇവിടുത്തെ പ്രകൃതിക്ക് കോട്ടം തട്ടാത്ത രീതിയിലുള്ള നിർമ്മാണങ്ങൾ നമ്മളെ അതിശയിപ്പിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ തടാകവും അല്ലെങ്കിൽ ഇവിടുത്തെ പല കാര്യങ്ങളും മനുഷ്യനിർമ്മിതമാണ്, പക്ഷെ നാച്ചുറൽ ആണെന്ന് നമുക്ക് തോന്നുകയുള്ളൂ. അതിനുശേഷം ഞങ്ങൾ അവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഭക്ഷണം കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം എത്ര വേണമെങ്കിലും കഴിക്കാം. വളരെ രുചികരമായിട്ടുള്ള ഭക്ഷണം, നമുക്കെല്ലാവർക്കും ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാൻ സാധിച്ചു. വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. അതിനുശേഷം റിസോർട്ടിൻ്റെ ഓണർ ചേട്ടൻ ഞങ്ങളോട് വളരെ വിശദമായിട്ട് ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു. ഞങ്ങളോടൊപ്പം ഫോട്ടോ എടുത്തു. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ്സും എല്ലാവരും ഞങ്ങളോടൊപ്പം സഹകരിച്ചു. നല്ലൊരു അനുഭവമായിരുന്നു അവിടെ സമ്മാനിച്ചത്. അങ്ങനെ വിഭവസമൃദ്ധമായ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഒരു ബോട്ടിങ്ങിനായിട്ട് എത്തിയിരിക്കുകയാണ്. തെന്മല ഡാമിൻ്റെ ഒരു സൈഡ് പോർഷനാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ വരെ വ്യാപിച്ചു കിടക്കുന്ന ക്യാച്ച്മെൻറ്റ് ഏരിയയുണ്ട്, ജലാശയമുണ്ട്. അവിടെ ഉള്ള ഒരു ബോട്ടിങ്ങിനാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. കുട്ടവഞ്ചി സവാരി ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്, പെഡൽ ബോട്ട്, അങ്ങനെ പല സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. എന്തായാലും നമ്മളിപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ബോട്ടിംഗ് ആണ്. നമ്മളെല്ലാവരും ബോട്ടിലേക്ക് നടക്കുകയാണ്. നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്, എങ്കിലും നമുക്കിതൊരു വലിയൊരു അനുഭവം, ഒരു പുത്തൻ അനുഭവം തരുന്ന ഒരു യാത്രയാണ്. അതുകൊണ്ട് എല്ലാവരും ചൂടൊക്കെ സഹിച്ച് വളരെ എൻജോയ്മെൻ്റ് ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. തെന്മല ഡാമും ഇക്കോ ടൂറിസം പദ്ധതികളൊക്കെ പല പ്രാവശ്യവും കുടുംബമായിട്ട് വന്ന് കണ്ടിട്ടുണ്ടെങ്കിലും ഈ തെന്മല ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയിലൂടെയുള്ള ഈ ഒരു ബോട്ടിങ് ആദ്യത്തെ അനുഭവമാണ്. അതുകൊണ്ട് വളരെ എക്സൈറ്റ്മെൻ്റ് ആണ് ഇപ്പോൾ ഉള്ളത്. കൂട്ടുകാരൊക്കെ ആദ്യമായിട്ടാണ് പലരും ഈ ഒരു ബോട്ടിങ്ങിനായിട്ട് എത്തിയിരിക്കുന്നത്. ബോട്ടിൽ എല്ലാവരും കയറി ഇരുന്നതിന് ശേഷം സേഫ്റ്റി ജാക്കറ്റുകൾ ധരിക്കുകയാണ്. എല്ലാവരും അത് മസ്റ്റായിട്ട് ചെയ്യണം, അതാണ് അതിൻ്റെ നിയമം. അങ്ങനെ ഏറെ പ്രതീക്ഷിച്ച, ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന പരപ്പാർ ഡാമിലൂടെയുള്ള അണക്കെട്ടിലൂടെ ഉള്ള ഒരു ബോട്ടിങ് ആരംഭിച്ചിരിക്കുകയാണ്. മനോഹരമായ യാത്രയാണ്. ജലം നിറഞ്ഞ് തുളുമ്പിയിരിക്കുകയാണെന്ന് തന്നെ പറയാൻ സാധിക്കും. ബോട്ടിലെ ജീവനക്കാർ ശരിയായ രീതിയിൽ തന്നെ എല്ലാവരും ജാക്കറ്റ് ധരിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. വളരെ മനോഹരമായ ഒരു യാത്ര, പീസ്ഫുൾ യാത്രയാണ്. നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് ഈ കണ്ണാടി ബംഗ്ലാവ് എന്ന് പറയുന്ന പണ്ട് ബ്രിട്ടീഷ് വ്യവസായി താമസിച്ചിരുന്ന ഒരു ബംഗ്ലാവുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭാഗത്ത് വെള്ളം വലിയ രീതിയിൽ കുറവുണ്ടായപ്പോൾ ആ ബംഗ്ലാവ് തെളിഞ്ഞു വന്നിരുന്നു. അതിന് മുകളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മളിപ്പം യാത്ര ചെയ്യുന്ന ആ ഭാഗത്ത് തന്നെയാണ് പഴയ ചെങ്കോട്ട തിരുവനന്തപുരം പാത പോയിരുന്നത്. അപ്പോൾ ആ ഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ബോട്ടിൻ്റെ ഇടത് വശത്ത് നമുക്ക്
തെന്മല ഡാമിൻ്റെ ഭാഗം കാണാനായിട്ട് സാധിക്കും. അങ്ങനെ മനോഹരമായ ഒരു യാത്ര കഴിഞ്ഞ് ഞങ്ങൾ തീരത്തേക്ക് അടുക്കുകയാണ്. എല്ലാവരും നല്ലൊരു യാത്ര ചെയ്തതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. ബോട്ടിങ്ങിന് ശേഷം ഞങ്ങൾ പോയത് ഒന്ന് തണുപ്പിക്കാനായിട്ടാണ്. നമുക്കറിയാം വലിയ ചൂടാണ്. അതിൻ്റെ ആ ചൂടിൻ്റെ ഇടയിൽ കുളിർമ തരുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ കിട്ടിയത്. കുട്ടവഞ്ചിയൊക്കെ ഇങ്ങനെ ചരിച്ചു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നല്ല കൂളിംഗ് ആയിട്ടുള്ള ഒരു കാലാവസ്ഥയും. അവിടെ ഇരുന്ന് പരസ്പരം സംസാരിച്ചു. അതോടൊപ്പം തന്നെ ഒരു സെൽഫിയൊക്കെ എടുത്തു ഈ ഒരു ട്രിപ്പിൻ്റെ ഈ ഒരു സംഗമത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട്. എന്നിട്ടാണ് ഞങ്ങൾ തിരിച്ച് നമ്മുടെ ഇക്കോ ടൂറിസം ഓഫീസിലേക്ക് ക്യാമ്പിലേക്ക് തിരികെ എത്തിയത്. ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ PS സുപാൽ MLA ഇവിടെ ഫ്രണ്ട്സിൻ്റെ ഫിലിം ഫെസ്റ്റിവൽ, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ ലോഗോ പ്രകാശനം നടന്നു. ഞങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ. അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ ഉണ്ടായിരുന്നു. ഒരുപാട് വിശിഷ്ട വ്യക്തികൾ അന്ന് ആ ഒരു ചടങ്ങിന് എത്തിയിരുന്നു. ആദ്യമായിട്ടാണ് തെന്മല വെച്ച് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. തെന്മലയെ സംബന്ധിച്ച് ഒരുപാട് ആളുകൾക്ക് അറിയാം. പക്ഷേ ഈ ഫെസ്റ്റിലൂടെ കൂടുതൽ ആളുകൾ തെന്മലയെക്കുറിച്ച് അറിയട്ടെ എന്നാണ് ഇവിടെ തെന്മല ഇക്കോ ടൂറിസം പദ്ധതി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാൻഡ്, ഇന്ത്യയിലെ മാത്രമല്ല ഏഷ്യയിലെ തന്നെ ആദ്യത്തെ പ്ലാൻഡ് ഇക്കോ ടൂറിസം പദ്ധതി. അപ്പോൾ ഇവിടെ ആയിട്ടുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ആ സാധ്യതകൾ അപ്പോൾ കൂട്ടുകാരെ, ഈ മാസം 26 മുതൽ 28 വരെ നടത്തുന്ന ഈ ഒരു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് എല്ലാവരെയും നമ്മൾ ക്ഷണിച്ചുകൊള്ളുകയാണ്. ഇവിടെ വന്ന് ഫിലിം കാണണം, ഇവിടുത്തെ ചലച്ചിത്രമേള വിജയിപ്പിക്കണം, എൻജോയ് ചെയ്യണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.